നമസ്കാരം. തരൂർ തിരികൊളുത്തിയ വിവാദത്തിന് കണക്കുകൾ നിരത്തി തന്നെ തരൂരിനെ ഖണ്ഡിച്ചു ഇന്ന് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ നീക്കം. തരൂർ സ്വയം തിരുത്തണമെന്ന് മുരളിയും നയം വ്യക്തമാക്കി. തരൂരിന് റോൾ വേണമെന്നാവശ്യപ്പെട്ടയാളാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുരളി നിലപാട് കടുപ്പിച്ചത്. അവിടെയും ഇവിടെയും തൊടാതെ നിന്ന കെ സുധാകരനും ഇന്ന് നിലപാട് വ്യക്തമാക്കി. പാർട്ടി ലൈൻ പിന്തുടരണമെന്ന് തരൂരിനെ വിളിച്ച് സുധാകരൻ അറിയിച്ചു. അങ്ങനെ തരൂരിനെതിരെ ഒറ്റക്കെട്ടാണ് കോൺഗ്രസ്. തരൂരിനെ തലയിൽ വെച്ച് നടക്കാൻ CPM-ന് ഇന്നും ഉത്സാഹമായിരുന്നു. രാജീവും റിയാസും TP രാമകൃഷ്ണനും MV ഗോവിന്ദനും തരൂരിനെ പിന്താങ്ങാൻ മുൻപന്തിയിൽ തന്നെ നിന്നു. അതിനിടയിൽ തരൂരിന്റെ ഒരു മലക്കമ്മറിയൽ കൂടി കേരളം കണ്ടു. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്തസാക്ഷി ദിനമാണ് ഇന്ന്. CPM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്ന KPCC പോസ്റ്റർ ഷെയർ ചെയ്ത തരൂർ മണിക്കൂറുകൾക്കകം അത് മുക്കി. CPM-നെ തൊടാത്ത പുതിയ പോസ്റ്റുമായി പൊങ്ങി. തരൂർ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങി എങ്ങോട്ടാണ് നങ്കൂരമിടാൻ നോക്കുന്നത്? സതീശന്റെ മറുപടി ഡാറ്റയ്ക്ക് തരൂരിനെ തളയ്ക്കാൻ കഴിയുമോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ആർക്കുള്ള മറുപടി? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് നിജേഷ് അരവിന്ദൻ, ഇടത് നിരീക്ഷകൻ BN ഹസ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ KC ഉമേഷ് ബാബു എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ KC ഉമേഷ് ബാബു, ഇത്ര കണ്ട് തരൂരിനെ പിന്തുണച്ച് സംസാരിക്കുവാൻ, നിർലോഭമായ വാക്കുകൾ ചൊരിയാൻ CPM-നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അല്ല, ഇത് തരൂരിനെ കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഈ പറയുന്ന എക്കണോമിക്സിനെ കുറിച്ച് പറയേണ്ട ഒരു സമ്പദ്ശാസ്ത്രത്തിലെ, പ്രത്യേകിച്ചും ഈ മുതലാളിത്ത സമ്പദ്ശാസ്ത്രത്തിലെ, ലിബറൽ സമ്പദ്ശാസ്ത്രത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ നിലപാടുകൾ എന്താണ് എന്ന കാര്യം അന്വേഷിക്കാതെ ഈ തരൂരിന്റെ വിടുവായത്തങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. അതാണ് പ്രധാന പ്രശ്നം. തരൂരിനും CPM-നും ഒരൊറ്റ സ്ഥലത്ത്, സമ്പദ്ശാസ്ത്ര ചിന്തയിൽ ഒരൊറ്റ സ്ഥലത്ത് വന്ന് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അത് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മെ അമ്പരപ്പിക്കേണ്ട ഒരു കാര്യം. തരൂര് സ്തുതിക്കുന്നത് എന്താണ്? തരൂര് സ്തുതിക്കുന്നത് നവലിബറൽ ചിന്തയിലെ ഏറ്റവും ചീഞ്ഞ, അതിൽ നവലിബറൽ ചിന്തയുടെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ, അതിലെ ഈ നമ്മുടെ മുതലാളിത്ത സമ്പദ്ശാസ്ത്ര പണ്ഡിതന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. അതിലൊരു ഒരു ഒരു ഭൂരിപക്ഷം വരുന്ന വിഭാഗം ഇങ്ങനെ മറയില്ലാത്ത കഴുത്തറുപ്പനായിട്ടുള്ള ആഗോളീകരണത്തിന്റെയും ഉദാരീകരണത്തിന്റെയും കമ്പോളത്തിന്റെയും യുക്തികൾക്ക് മുന്നോട്ട് വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പാരീസ് കേന്ദ്രമാക്കിയിട്ടും ഒരുപക്ഷെ അമേരിക്ക കേന്ദ്രമാക്കിയിട്ടും പ്രവർത്തിക്കുന്ന വേൾഡ് ഇൻഇക്വാളിറ്റി ലാബ് എന്ന് പറയുന്ന ഒരു ധനതത്വശാസ്ത്രജ്ഞന്മാരുടെ സംഘടനയെ കുറിച്ചൊക്കെ അറിയേണ്ടത്. എല്ലാവരും മുതലാളിത്ത പക്ഷപാതികളാണ്. അവരാരും ഈ പറയുന്ന സോഷ്യലിസ്റ്റുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഇടതുപക്ഷക്കാരോ അല്ല. അവർ കഴിഞ്ഞ കുറേ വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നവലിബറൽ വാഴ്ചയിലൂടെ ഉണ്ടായിത്തീരുന്ന ലോകത്ത് പെരുകി വരുന്ന അസമത്വത്തെക്കുറിച്ചുള്ള വസ്തുതാപരമായ ഗവേഷകർ കണ്ടെത്തുന്ന വിവരങ്ങളുടെ റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട്. ഇത് തരൂരിന്റെ വിഷയമല്ല. അതാണ് വിചിത്രമായിട്ടുള്ള കാര്യം. ഇത് ശ്രീമാൻ തരൂരിന്റെ വിഷയമല്ല, ഇത് രാഹുൽ ഗാന്ധിക്ക് വിഷയമാണ്. രാഹുൽ ഗാന്ധി ഈ വേൾഡ് ഇൻഇക്വാളിറ്റി ലാബ്സിന്റെ ലൂക്കാസ് ചാൻസലിനെയും അല്ലെങ്കിൽ തോമസ് പിക്കറ്റിയെ പോലുള്ള പ്രസിദ്ധരായിട്ടുള്ള മുതലാളിത്ത ധനശാസ്ത്രകാരന്മാരുടെ നിലപാടിനെ പിന്തുടർന്നിട്ടാണ് തന്റെ സാമ്പത്തിക നയങ്ങൾ കോൺഗ്രസിന് വേണ്ടി രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഇൻഇക്വാളിറ്റി ലാബിന്റെ ഈ പറയുന്ന വാർഷിക റിപ്പോർട്ടൊക്കെ രാഹുൽ ഗാന്ധി സംഘവും പരാമർശിക്കാറുണ്ട്. എന്നാൽ ശ്രീമാൻ ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്കാരനായിട്ടുള്ള ശ്രീമാൻ ശശി തരൂര് പറയുന്നത് മുഴുവൻ വങ്കത്വങ്ങളാണ്, സമ്പദ്ശാസ്ത്ര വങ്കത്വങ്ങൾ. ഒരുപക്ഷെ ഒരു ട്രംപിസത്തിന് മാത്രം പിന്തുണക്കാൻ കഴിയുന്ന, ഒരു ഇലോൺ മസ്കിന് മാത്രം പിന്തുണക്കാൻ കഴിയുന്ന മനുഷ്യർക്ക് വാസ്തവത്തിൽ ഈ പറയുന്ന കമ്പോളത്തെ തുറന്നു വിടുകയും ശതകോടീശ്വരന്മാരുടെ മൂലധന പ്രവർത്തനത്തെ തുറന്നു വിടുകയും മാത്രമാണ് നമുക്കിനി അങ്ങോട്ട് ചെയ്യാനുള്ളത് എന്ന് വിചാരിക്കുന്ന, ഒരുപക്ഷെ ജോ ബൈഡൻ പോലും പിന്തുണക്കാത്ത, ഒബാമ പിന്തുണച്ചിട്ടില്ലാത്ത ഭ്രാന്തൻ കഴുത്തറുപ്പൻ മുതലാളിത്ത വൽക്കരണത്തിന്റെ ന്യായങ്ങളിൽ കിടന്നിട്ട് ഉന്മാദം കൊള്ളുന്ന ഒരു ലേഖനമായിട്ടാണ് ഞാൻ ലേഖനത്തെ കാണുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ അതിഭയങ്കരന്മാരായിട്ടുള്ള ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് പറയുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള CPM-കാര് ഇത് പറഞ്ഞു നടക്കുന്ന തരൂരിനെ തലയിലേറ്റിയിട്ട് എങ്ങോട്ടാണ് അവർക്ക് പോകാൻ പറ്റുക?
എന്ന് പറഞ്ഞാൽ ആത്മവഞ്ചനയും പരവഞ്ചനയും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റില്ല. ആഗോളീകരണത്തെയും ഉദാരീകരണത്തിന്റെയും തത്വങ്ങളെ മുഴുവൻ എതിർക്കുന്ന ആളുകളെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. എന്നാൽ എന്താ ഇപ്പോൾ കേരളത്തിൽ ബാധിക്കുന്നത്? കേരളത്തിൽ ഇപ്പൊ ഈ ഉദാരീകരണത്തിന്റെയും ആഗോളീകരണത്തിന്റെയും നവലിബറൽ ചിന്തയ്ക്കും 2 ഇൻഡെക്സുകൾ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് തരൂരിന്റെ കളി എന്ന് പറയുന്നത്. എന്താ ഇൻഡെക്സ്? ഒന്ന് GDP എന്ന് പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ്, പിന്നെ ഗ്രോസ് ഈ പറയുന്ന വ്യവസായ വളർച്ച എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ്. ഈ 2 ഇൻഡെക്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ തോമസ് പിക്കറ്റി, ലൂക്കാസ് ചാൻസലും തുടങ്ങിയിട്ടുള്ള 10-40 പേരായിട്ടുള്ള സമ്പദ്ശാസ്ത്രകാരന്മാർ, മുതലാളിത്തവാദികൾ, ഈ പറഞ്ഞ ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ വക്താക്കൾ, കോൺഗ്രസിന്റെ പഴയ പ്രത്യയശാസ്ത്രം പങ്കിടുന്ന ആളുകൾ, അവർ പറയുന്നത് ഇതൊന്നും അല്ല പ്രശ്നം എന്നുള്ളതാണ്. മനുഷ്യ ജീവിതം എങ്ങോട്ട് പോകുന്നു, എത്ര വളരുന്നു, എത്ര വികസിക്കുന്നു എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇപ്പൊ വാസ്തവത്തിൽ മുതലാളിത്തം. എനിക്കറിയാവുന്നിടത്തോളം ലിബറൽ സമ്പദ്ശാസ്ത്ര ചിന്തയിലെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ധാര എന്ന് പറയുന്നത് അതിനെതിരെ നിൽക്കുന്ന ചീഞ്ഞ സംഗതിയുടെ പ്രചാരകർ. പക്ഷേ ശ്രീ കെ സി ഉമേഷ് ബാബു, എവിടെയാണ് തരൂരിനെ വിമർശിക്കേണ്ടത്, എവിടെയാണ് അനുകൂലിക്കേണ്ടത് എന്ന തന്ത്രപരമായൊരു സമീപനമല്ലേ, രാഷ്ട്രീയമായി നോക്കുമ്പോൾ തന്ത്രപരമായൊരു സമീപനമല്ലേ CPM സ്വീകരിച്ചിരിക്കുന്നത്? അതായത് ഇപ്പോൾ ഈ ഉദാരവൽക്കരണം ഇന്ത്യയിൽ വന്നു, അതിൻ്റെ ഭാഗമായി ഉണ്ടായ മെച്ചങ്ങൾ, അതിലിപ്പോൾ വൈകിയെങ്കിലും കേരളം എത്തുന്നു, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം എത്തുന്നു എന്നൊക്കെയുള്ള ഭാഗങ്ങൾ കാണാത്തതല്ല CPM. ആ ഭാഗം തൽക്കാലം വേണ്ട എന്ന് വെക്കുന്നു. മോദിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശത്തെ അതിനിപ്പോൾ മറുപടി കൊടുക്കേണ്ടതില്ല എന്ന് നീക്കി വെക്കുന്നു. എന്നിട്ട് ഇപ്പോൾ എങ്ങനെയാണ് തന്ത്രപരമായി തരൂരുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പരാമർശത്തെ ഉപയോഗിക്കാൻ കഴിയുക? അതുപയോഗിക്കുന്നു, അങ്ങനെയല്ലേ കാണേണ്ടത്? കാരണം നേരത്തെ തള്ളേണ്ട ഘട്ടങ്ങളിലെല്ലാം തരൂരിനെ തള്ളിയ ചരിത്രം CPM-നുണ്ട്. അതിപ്പോൾ ഈ BJP-യിലേക്ക് പോകും എന്ന ആഖ്യാനം ഉണ്ടാക്കുന്നതിൽ CPM മുന്നിലായിരുന്നു. ഈ ഇസ്രായേൽ പരാമർശം, ഹമാസ് പരാമർശം, ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് CPM എടുക്കുകയുണ്ടായി തരൂരിനെതിരെ. ഇപ്പോൾ അതിനുള്ള സന്ദർഭമല്ല എന്ന് കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയമായ കൗശലത്തോടെയുള്ള നീക്കമാണോ CPM ചെയ്തത്? CPM ഇത് വലിയ നഷ്ടക്കച്ചവടമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തരൂർ എന്താണ് ചെയ്യുന്നത്? തരൂർ ചെയ്യുന്നത് ട്രംപിന്, മോഡിക്ക്, പിണറായിക്ക്, തനിക്ക് ഒക്കെ ഒറ്റ കൊടയിൽ നിൽക്കാൻ പറ്റുമെന്ന് വ്യക്തമാക്കുന്ന പണിയാണ് തരൂർ ചെയ്യുന്നത്. അത് കേരളത്തിന് വേണ്ടി എടുക്കുന്ന പണിയാണ്. കാരണം കേരളം എന്ന് പറയുന്നത് എനിക്കറിയാവുന്നിടത്തോളം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സമീപനം തന്നെ മാറിപ്പോയിട്ടുണ്ട്. വിമർശനാത്മകമായ സമീപനമേ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഇന്ന് മലയാളിക്കില്ല. മലയാളി സൂപ്പർലേറ്റീവിൽ അഭിരമിക്കുന്ന ഒരു ജനതയായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ശശി തരൂരിനെ നമ്മൾ വ്യാജമായിട്ട് വിശ്വപൗരൻ എന്ന് വാഴ്ത്തുന്നത്. എന്റെ ചോദ്യം സർ, CPM ഇപ്പോൾ ഈ പറയുന്ന അങ്ങ് ആദ്യം വിമർശിച്ച ഉദാരവൽക്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ സന്ധി ചെയ്തു എന്നതിനപ്പുറം ആ ഭാഗങ്ങളൊക്കെ തൽക്കാലം കൗശലപൂർവ്വം വിടുന്നു. ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാധ്യതയായി തരൂരിന്റെ ഒരു പരാമർശത്തെ ഒരു കരുനീക്കം എന്ന നിലയിൽ എടുക്കുകയും അത് പ്രതിപക്ഷത്തെ ദുർബലമാക്കാവുന്ന രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അതിനോടുള്ള സമീപനം എന്താണ് അങ്ങയുടെ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ, അതിനിടയിലാണ് നിങ്ങൾ ഇടപെട്ടത്. ഞാൻ പറയുന്നത് നഷ്ടക്കച്ചവടമായിരിക്കും. കാരണം വെച്ചാല് വ്യാജമായ ഡാറ്റകളാണ് ഈ 2 കൂട്ടർ ഉപയോഗിക്കുന്നത്. PR ഡാറ്റകൾ എന്ന് പറയും. ഈ സമ്പദ്ശാസ്ത്രപരമായിട്ട് PR ഡാറ്റകൾക്ക് അധിക ദിവസം നിൽക്കാൻ പറ്റില്ല. പിണറായി വിജയൻ, കാരണം ഇപ്പൊ കോവിഡിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. PR ഡാറ്റകൾ വെച്ചുള്ള കളി സുപ്രീം കോടതി ഈ പറയുന്ന 2021 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ മരിച്ച ആളുകളുടെ മറച്ചു വെച്ച പട്ടിക മുഴുവൻ കേരള ഗവൺമെന്റ് പുറത്തെടുക്കേണ്ടി വന്നു. അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അന്ന് തീർന്നു ഈ PR ഡാറ്റ വെച്ചുള്ള കളി. അതുകൊണ്ട് ഇപ്പോഴും കേരളത്തിലെ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് PR ഡാറ്റകൾ വെച്ചിട്ട് നിൽക്കില്ല. ഇന്ന് അതിന്റെ ഒരു ചെറിയ സൂചനയാണ് സതീശൻ തുടങ്ങിയത്. VD സതീശനെ കുറിച്ച് ആളുകൾക്കൊക്കെ പല വിമർശനം ഉണ്ടാവും. പക്ഷെ VD സതീശൻ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സമ്പദ്ശാസ്ത്ര താർക്കികനാണെന്ന് മുമ്പ് നമുക്ക് മാത്രമല്ല, തരൂരിനെ വളരെ ബുദ്ധിപരമായി ഈ രാഷ്ട്രീയ സംവാദത്തിൽ നിന്ന് അടർത്തി മാറ്റുവാൻ ഇന്ന് സതീശന് കഴിഞ്ഞിട്ടുണ്ട്. രാജീവ് ആ വലയിൽ കൊത്തിയിട്ടുണ്ട്, ആ ചൂണ്ടയിൽ കൊത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജീവിന് സതീശന്റെ വാർത്താ സമ്മേളനം വീഡിയോ രൂപത്തിൽ കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് അതിനോരോന്നോരോന്നായി മറുപടി പറയേണ്ട നില എത്തിയതും. അത് വളരെ തന്ത്രപരമായുള്ള സതീശന്റെ വിജയകരമായൊരു നീക്കം കൂടിയായിരുന്നു എന്ന് അങ്ങ് പറയുന്നത് ശരി തന്നെയാണ്. അങ്ങയിലേക്ക് വരാം. ശ്രീ BN ഹസ്കർ, ഇവിടെ ഒരാൾ വെറുതെ ഒരു അനുകൂലമായ ഒരു വാചകം പറഞ്ഞുവെന്ന് മാത്രം കണ്ടുകൊണ്ട് അതിനെ അങ്ങ് ഉപയോഗിച്ച് കളയാം എന്ന ചെറിയ രാഷ്ട്രീയ ലാക്ക് മാത്രമാണോ CPM-നുള്ളത്? അവിടെയാണ് ശ്രീ ഉമേഷ് ബാബു പറയുന്നത്, ഒരു വാചകത്തിൻ്റെ തണൽ മാത്രമല്ല ഉള്ളത്,
നിങ്ങളെ ഗ്രസിക്കുന്ന തരത്തിലുള്ളൊരു തെറ്റായ രാഷ്ട്രീയത്തിൻ്റെ ഒരു കൂമ്പാരം കൂടി ആ ലേഖനത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കടർത്തിയെടുത്ത് സുഖിക്കാം, പക്ഷേ നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന വലിയ ആഘാതശേഷിയുള്ള പരാമർശങ്ങൾ അതിൻ്റെ ബാക്കിയായിട്ടുണ്ട്. അതിനോരോന്നിനും ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറഞ്ഞ് സ്വയം പ്രതിരോധത്തിലാകുന്ന അവസ്ഥ CPM-ന് വരാനിരിക്കുകയാണോ? അതിൻ്റെ തുടക്കമാണോ ഇന്ന് സതീശൻ ഇന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്? വേണു, ഇതിൽ കാണേണ്ടത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മലയാളികളുടെ കൂട്ടത്തിൽ ദൈക്ഷണികമായി ഔന്നിത്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് ശശി തരൂർ. അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ വസ്തുതകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് എപ്പോഴും അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനോടും അദ്ദേഹം എടുക്കുന്ന സാമ്പത്തിക ശാസ്ത്ര നിലപാടിനോടും പലപ്പോഴും ഇടതുപക്ഷത്തിനും CPM-നും വിയോജിക്കേണ്ടി വരുമെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, കേരളത്തെ അഭിനന്ദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഹൃദയവിശുദ്ധി കൊണ്ട് മാത്രമാണ്. അത് പലപ്പോഴും കേരളത്തെ വിമർശിക്കുകയും ഇടതുപക്ഷത്തെ വിമർശിക്കുകയും വിശിഷ്യ CPM-നെ ചൂണ്ടി വിമർശിക്കുകയും ചെയ്യുന്ന വിമർശകർക്കും പ്രതിപക്ഷത്തിനും വലിയൊരു ആഘാതമായി എന്നുള്ളതിലൊരു സംശയമില്ല. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം, ലോകത്താകമാനം സ്റ്റാർട്ടപ്പ് മിഷനുകൾ 46% വളർച്ച വരുമ്പോൾ കേരളത്തിൽ 254% വളർച്ച വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമായി കാണാൻ കഴിയില്ല. മാത്രമല്ല 28ാം സ്ഥാനത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വ്യവസായ വളർച്ചയിൽ 28ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ അത് 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള ആ ഔന്നിത്യം അംഗീകരിക്കാനുള്ള മര്യാദയെങ്കിലും കേരളത്തിലെ പ്രതിപക്ഷവും വിമർശകരും ഉൾക്കൊള്ളണമെന്നുള്ളതാണ് ഏറ്റവും. എന്റെ രാഷ്ട്രീയ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. പക്ഷേ അങ്ങ് ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, വസ്തുതാപരമെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച രണ്ട് കാര്യങ്ങളുടെയും മുനയൊടിഞ്ഞ ദിവസം കൂടിയാണിന്ന്. അതാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ സവിശേഷതയും. അങ്ങ് ആദ്യം പറഞ്ഞ് 254% വളർച്ച എന്ന് പറയുന്നത്, അത് ഒരു സെക്കൻഡ് സാർ, 2019, 21, 2021, 24 ഈ ഘട്ടങ്ങൾ പ്രത്യേകം എടുത്തുകൊണ്ടാണ് സതീശൻ അത് സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ 3 വർഷവും 2ാം പിണറായി സർക്കാരിൻ്റെ 3 വർഷവും കൂടെ താരതമ്യം ചെയ്തുള്ളതാണ് ആ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഈ 2019, 21 കാലം കോവിഡ് കാലമായിരുന്നു. അതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല. ആ ഘട്ടം വെച്ചുകൊണ്ട് താരതമ്യം ചെയ്താൽ എപ്പോഴും കുത്തനെയുള്ള ഉയർച്ചയാണ് ഉണ്ടാവുക. അത് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താലും അങ്ങയുടെ ധനമന്ത്രിയുടെ ബജറ്റിൽ നിശ്ചയിക്കപ്പെട്ട കാലാവധിയായി ഈ കോവിഡ് ഘട്ടം എടുത്തു വയ്ക്കുകയും പിന്നീട് വളർച്ചയുടെ ഘട്ടം വിശദീകരിക്കുമ്പോൾ അതിന് താങ്ങായി ഈ പറയുന്ന കോവിഡ് ഘട്ടത്തെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ കുത്തനെയാണ് വളർച്ച. എല്ലാത്തിലും, പദ്ധതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ, മൂലധന ചെലവിൻ്റെ കാര്യത്തിൽ, എല്ലാത്തിലും വലിയ ഉയർച്ച കാണിക്കാൻ കഴിയും. അതൊന്നും നടക്കാതിരുന്നൊരു കാലവുമായുള്ള താരതമ്യമാണ്. വേണു, കോവിഡ് എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ബാധിച്ച പ്രശ്നമല്ല, ലോകത്താകമാനം പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളതാണ് കോവിഡ്. അതുകൊണ്ട് അത് ലോകത്താകമാനം ബാധകമാകുന്ന വളർച്ചാ നിരക്ക് തന്നെയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ അംഗീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല? വിമർശിക്കുന്നവർക്ക് വിമർശിക്കുന്നതിന് വേണ്ടി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് ആരെയും തടസ്സപ്പെടുത്താൻ പറ്റില്ലല്ലോ. അവരുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ആർക്കും കൈകടത്താനാവില്ല. കോവിഡ് ലോകമാകമാനം ബാധിച്ചിട്ടുള്ള ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു. ആ പ്രതിസന്ധിയിൽ നിന്നാണ് ഈ ഒരു സെക്കൻഡ് അവിടെയാണ് ശ്രീ ഉമേഷ് ബാബു പറഞ്ഞത്, ഈ പറയുന്ന ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? ലോകത്തെല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ആധികാരിക ഏജൻസിയാണോ? അല്ല, അതൊരു സ്വകാര്യ ഏജൻസിയാണ്. എന്ന് മാത്രമല്ല, വിവിധ സർക്കാരുകളായാലും സ്വകാര്യ സംരംഭകരായാലും സ്വകാര്യ ഏജൻസികളായാലും ഒക്കെ അവരവരുടെ താല്പര്യാനുസൃതം കൊടുക്കുന്ന ഡേറ്റ എടുത്തു വെച്ചുകൊണ്ടുള്ള AI-യുടെ സഹായത്തോടുള്ള വിശകലനം മാത്രമാണ് അവിടെ. അപ്പോൾ 2019 മുതലുള്ള ഘട്ടമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പ്രൊജക്ഷനാണ് അവിടെ വരിക. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിൽ ഒരു സ്വകാര്യ ഏജൻസി ലഭിക്കുന്ന, അല്ലല്ലോ ഒരു സെക്കൻഡ്, ഏത് താല്പര്യക്കാരാണോ അതിനകത്ത് യാതൊരു വിവേചന ബുദ്ധിയും പ്രയോഗിക്കാതെ എന്താണോ ഡേറ്റ എടുക്കുന്നത് അതിൻ്റെ അനലിറ്റിക്സ് മാത്രമാണ് നൽകുന്നത്. അതിനെ ആശ്രയിച്ചു എന്നതാണ് നിങ്ങൾക്ക് ഗുണകരമാകുന്നതെങ്കിൽ അതിനെ ആശ്രയിച്ചു എന്നതാണ് തരൂരിന് പറ്റിയ അബദ്ധമെന്നാണ് ഇന്ന് സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങേക്ക് തുടരാം. അങ്ങനെയല്ല, ആഗോള സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊരു സ്വകാര്യ ഏജൻസി എന്ന നിലയിലോ അതല്ലെങ്കിൽ അത് എടുത്തിട്ടുള്ള ഡാറ്റയെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം. പക്ഷെ അത് പറഞ്ഞെടുത്ത് ശശി തരൂരിൻ്റെ ലേഖനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലതരത്തിലും അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള അഭിപ്രായ പ്രകടനം. നമുക്ക് വസ്തുതകളായി തന്നെ പരിശോധിച്ചു പോകണം. ഒരു സെക്കൻഡ്, വിശുദ്ധമായ ഒരു ഡേറ്റയായി ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഇന്നത്തെ മാധ്യമം ദിനപത്രത്തിലെ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കാം. ഈ സ്റ്റാർട്ടപ്പ് ജീനോം സ്വകാര്യ കൂട്ടായ്മ
കേരള സ്റ്റാർട്ടപ്പ് മിഷനെ പോലെ ലോകത്തെ വിവിധ പൊതു സ്വകാര്യ ഏജൻസികളും മന്ത്രാലയങ്ങളുമാണ് ഇവരുടെ ഉപഭോക്താക്കൾ. സ്വന്തം കക്ഷികൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ തയ്യാറാക്കുന്ന ഡേറ്റകളാണ് ആധികാരികം എന്ന നിലയിൽ ഇവർ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടുകളുടെ അവലംബം. ഈ ഏകപക്ഷീയ റിപ്പോർട്ടിനെ തരൂർ അക്കാദമികമായി മാത്രം സമീപിച്ചത് ഭരണപക്ഷത്തിന് വലിയ പ്രചാരണായുധമാക്കാനായി. അതിൻ്റെ രാഷ്ട്രീയ വശം വിട്. എങ്ങനെയാണ് ഈ ഡേറ്റ അനാലിസിസ് നടക്കുന്നത്? എന്താണ് ഈ ഡേറ്റ അനാലിസിസ് നടത്തുന്ന ഏജൻസി? അവർക്ക് ഡേറ്റ കൊടുക്കുന്ന വിഭാഗങ്ങൾ ഏതൊക്കെ? ഈ 3 വസ്തുതകളുണ്ടല്ലോ. അതിന് ഹസ്കറിന്റെ മറുപടി എന്താണ്? അല്ല വേണു, നമ്മളൊരു ഗവേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായ ഗവേഷകൻ്റെ മനോധർമ്മം അനുസരിച്ചും അദ്ദേഹത്തിന് ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ആ ഗവേഷണ പ്രബന്ധം എപ്പോഴും വരാറുള്ളത്. സ്വാഭാവികമായും അത്തരത്തിൽ വന്നിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങളെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യവും അദ്ദേഹത്തിന്റെ വീക്ഷണകോണുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇപ്പോ എന്റെ ചോദ്യം നേരിട്ടുള്ളതാണ്. കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട് അനലിറ്റിക്സ് നൽകുന്നു എന്നതിനപ്പുറം അല്ലല്ല, ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടിന് എന്ത് വിശുദ്ധ പദവിയാണുള്ളത്? നേരിട്ട് മറുപടി പറയണം. എന്ത് ആധികാരികത? എല്ലാവരും അംഗീകരിക്കണമെന്ന എന്ത് വിശുദ്ധ സത്യമാണ് അതിലുള്ളത്? എന്തുകൊണ്ട് അതിനെ അല്ല, അതൊരു സ്വകാര്യ ഏജൻസി നിങ്ങൾ കൊടുക്കുന്ന മാത്രം മെറ്റീരിയൽ വെച്ചുകൊണ്ടുള്ളതുമാണ്. നിങ്ങൾ നിശ്ചയിക്കുന്ന കട്ട് ഓഫ് ഡേറ്റ്, നിങ്ങൾ നിശ്ചയിക്കുന്ന ഡേറ്റ, ഇത് മാത്രം വെച്ചൊരു സ്വകാര്യ ഏജൻസി എയുടെ സംവിധാനത്തിൽ കൊടുക്കുന്ന ഡേറ്റ അനലിറ്റിക്സ് അതെങ്ങനെയാണ് എല്ലാവർക്കും സ്വീകാര്യമാവുക? നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ടല്ലേ മസ്കിന്റെ പുതിയ AI ഇറങ്ങുകയാണല്ലോ. മസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കുട്ടി സാഹചര്യങ്ങളെ കണ്ടു പഠിക്കുന്നത് പോലെ കൊടുക്കുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് AI അത് ശീലിച്ചുകൊണ്ട് വരിക. ഇനി ഒരു ഘട്ടം എത്തുമ്പോൾ അതിൻ്റെ ഒരു വൈശിഷ്ട്യം കൊണ്ട് ഈ കൊടുക്കുന്ന ഡേറ്റയിൽ തന്നെ പിഴവുകളുണ്ടെങ്കിൽ അതുകൂടി തിരുത്തുന്ന ഉയരത്തിലേക്ക് അതെത്തും. ഇങ്ങനെയാണല്ലോ ഈ ചാറ്റ് GPT പകരമായി ഇപ്പോൾ കലഹിച്ച് ഇലോൺ മസ്ക് പുതുതായി നൽകാൻ പോകുന്ന പുതിയ AIയുടെ സവിശേഷതയായി പറയുന്നത്. അതിലേക്ക് പോകണ്ട. ചോദ്യം ഇതേ ഉള്ളൂ. കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ടാണ് അനലിറ്റിക്സ്. കൊടുത്ത ഡേറ്റ നിങ്ങൾക്ക് സൗകര്യപ്രദമായ കട്ട് ഓഫ് ഡേറ്റ് വെച്ചുള്ളതാണ്. അങ്ങനെയല്ല, വസ്തുതകൾ എപ്പോഴും വസ്തുതകൾ തന്നെയായിരിക്കും. ആ വസ്തുതകളെ സമീപിക്കുന്ന വീക്ഷണകോണുകളാണ് വ്യത്യസ്തമാകുന്നത്. ഇവിടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഡാറ്റാസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്ത ഡാറ്റാസുകളിൽ നിന്ന് തന്നെയാണ് ഈ വിവരങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് പലരെയും നെറ്റിച്ചുളിപ്പിക്കുന്നേ. അതുകൊണ്ടാണ് അതിനെ വിമർശിക്കുന്നതിനായി അതിനെ വിമർശിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഇനി അവർ നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ട്, അവരുടെ പഠനത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ ഹസ്കർ, അങ്ങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ മഹാത്മ്യവും പറയുകയുണ്ടായല്ലോ. അതും ഈ തരൂര് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ലേഖനത്തിൽ. പക്ഷേ രാജീവ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. രാജീവ് പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി തുടരൻ ലേഖനങ്ങളായി എഴുതാനാണ് തരൂർ ഉദ്ദേശിക്കുന്നതെങ്കിൽ നടക്കട്ടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ സതീശനായാലും ഈ പറയുന്ന തരൂരിൻ്റെ പിൻഗാമിയായി തന്നെ നിൽക്കുന്ന, സ്വയം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്ന, അദ്ദേഹം കണ്ടെത്തിയ ഈ പ്രൊഫഷണൽ കോൺഗ്രസിലെ മണിമുത്തായ ഈ പറയുന്ന കുഴൽനാടനും എന്ന് പറയുകയുണ്ടായി. ഈ കാര്യത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ട് തരൂരിന് എന്ന്. കാരണം അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ഒരു കേന്ദ്ര റാങ്കിങ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കൂ എന്ന് പറഞ്ഞ്. ഇന്ന് സതീശനും പറഞ്ഞിട്ടുണ്ട്. സതീശൻ പക്ഷേ വേൾഡ് ബാങ്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 2021 മുതൽ അല്ലേ നിജേഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നിർത്തിയെന്ന്. അതവിടെ നിൽക്കട്ടെ. കേന്ദ്രത്തിന് തന്നെ അങ്ങനെ ഒരു റാങ്കിങ് ഉണ്ടോ? ഇല്ല എന്നാണ് പറയുന്നത് പ്രതിപക്ഷം. രാജീവ് നിയമസഭയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. രാജീവ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പോൾ ഇല്ല, അതിന് പകരം പുതിയ ടെർമിനോളജി ആണെന്ന്. ശരി, ശ്രീ ഹസ്കർ. അല്ല, ഈസ് ഓഫ് ഡൂയിങ് ഇപ്പോൾ 2021 ശേഷം രാജ്യത്താകമാനം അങ്ങനെ ഒരു റാങ്കിങ് ഇല്ലെങ്കിൽ പോലും ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത് ആ വ്യവസായ അടിസ്ഥാനത്തിൻ്റെ മാർഗനിർദ്ദേശം, കേരളത്തിൻ്റെ വ്യവസായത്തിൻ്റെ നയം എന്ന് പറയുന്നത് ഉൾക്കൊള്ളലിൻ്റെ വ്യവസായവൽക്കരണമാണ്. അപ്പോൾ സ്വാഭാവികമായും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് അതിപ്രാധാന്യം നൽകിക്കൊണ്ടിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്ര വൈദഗ്ധ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഇടപെടലുകളാണ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് തുറക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ കാണേണ്ട കാര്യങ്ങൾ കണ്ടുകൊണ്ടും കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള ആ മുരടിപ്പ് മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധം അംഗീകരിക്കുന്നതിന് മടി കാണിക്കുന്നത് എന്തിന് എന്നുള്ളതാണ്. അത് ശ്രീ ശശി തരൂർ വളരെ തുറന്ന മനസ്സോടുകൂടി കേരളത്തെ അഭിനന്ദിച്ചുകൊണ്ട്. ശ്രീ ഹസ്കർ, അങ്ങ് ഇപ്പൊ പറയുന്ന പോലെ ഇനി ഇതെല്ലാം മാറ്റിവെച്ച് സർക്കാർ പറഞ്ഞ 3 ലക്ഷത്തിന്റെ കണക്കെടുക്കുക. 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. 2,90,000. അങ്ങനെയെങ്കിൽ സതീശൻ ചോദിക്കുന്ന വളരെ വളരെ ലളിതമായൊരു കണക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ നിയോജക മണ്ഡലത്തിലും ഏതാണ്ട് 2000 പുതിയ സംരംഭങ്ങളെങ്കിലും തുടരണം.
തുടങ്ങണം. അങ്ങനെ വരുമ്പോൾ 1 ലക്ഷം രൂപ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കൂട്ടിയാൽ തന്നെ 30,000 കോടിയുടെ വളർച്ച കേരളത്തിലുണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കണക്കുകളുണ്ടോ? പിന്നെ ഈ പറയുന്ന സിംഗിൾ വിൻഡോ സംവിധാനമുണ്ടല്ലോ സ്വിഫ്റ്റ്, അതിൽ തന്നെ പറയുന്ന കണക്കുകൾ പ്രകാരം 1/1/2022 മുതൽ 1/1/2025 വരെ, ഇത് ജീനോം എക്കോ റിപ്പോർട്ടല്ല കേട്ടോ, നിങ്ങളുടെ തന്നെ സ്വിഫ്റ്റിൻ്റെതാണ്. 64,528 MSMEകളാണ് അനുമതി നൽകിയിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ എവിടുത്തെ കണക്കാണ്? അപ്പം നിങ്ങൾ ഈ പറയുന്ന ജീനോം, ഈ പറയുന്ന ഗ്ലോബൽ റിപ്പോർട്ട് നടക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഡേറ്റ, നിങ്ങളുടെ സ്വിഫ്റ്റ് വഴിയുള്ളത് മറ്റൊരു ഡേറ്റ. ഇനിയിപ്പോൾ സാമാന്യ ബുദ്ധി വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് 2,90,000 എന്ന് കണക്കെടുക്കുകയാണെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ 2,000 യൂണിറ്റെങ്കിലും തുടങ്ങിയ സ്ഥിതി ഉണ്ടാകണം. അതൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? അല്ല വേണു, ഇതൊരു സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം MSMEകളെ സംബന്ധിച്ചിടത്തോളം 2,92,000 കണക്ക് വന്നിട്ടുള്ളത് വിവിധമായിട്ടുള്ളതാണ്. അത് സൂക്ഷ്മവും ചെറുകിടവും ഇടത്തരവുമായിട്ടുള്ള പദ്ധതികളാണ്. നമ്മുടെ വ്യവസായവൽക്കരണത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടകരമായിട്ടുള്ള സാഹചര്യവും കേരളത്തിൻ്റെ വ്യവസായിക വളർച്ചയെ മുരടിപ്പിലേക്ക് നയിച്ചിരുന്നതും നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വൻകിട വ്യവസായ വളരെ മുൻപേ നിർവചനമല്ല ചോദിച്ചത്. 2,000 ഇപ്പൊ കൊല്ലത്തിനാണല്ലോ അങ്ങ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കൊല്ലം നിയോജക മണ്ഡലത്തിൽ 2,000 ഇത്തരം സംരംഭങ്ങൾ അങ്ങനെയെങ്കിലും ഒരു ലളിത ബുദ്ധിയ തുടങ്ങിയിട്ടുണ്ടാകണം. അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അല്ല, നിരവധി. ഇപ്പോൾ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്താരാഷ്ട്ര സ്ഥാപനമായിട്ടുള്ള സോഹോ ഒരു ചെറിയ ഗ്രാമമായിട്ടുള്ള കൊട്ടാരക്കരയിലെ നെടുവത്തൂരിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സോഹോ ഒരു അന്താരാഷ്ട്ര സോഫ്റ്റ്വെയർ കമ്പനിയാണ്. വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായി 10,000-ലധികം തൊഴിലാളികൾക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കുകയും 3,000-ഓളം ആളുകൾക്ക് നേരിട്ടല്ലാതെയും തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി സോഹോയെ കൊട്ടാരക്കരയിലെ മണ്ഡലത്തിലെ ഒരു ചെറിയ ഗ്രാമമായ നെടുവത്തൂരിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇങ്ങനെയാണെങ്കിൽ തരൂർ ഐശ്വര്യം തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തരൂരുമായി ബന്ധപ്പെട്ടൊരു വിവാദം നിങ്ങളെ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കിയെങ്കിലും ഡേറ്റ വെച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായ മറുപടി പറയുമ്പോൾ ശ്രീ ഹസ്കർ അടക്കമുള്ളവരുടെ വാദങ്ങൾ എത്രമാത്രം ദുർബലമാകുന്നു എന്നത് പ്രകടമാകുകയല്ലേ? അല്ല, ഹസ്കർ പറഞ്ഞ വലിയ വലിയ കണക്കല്ല ഹസ്കർ. നിങ്ങൾ ഞാനും ജീവിക്കുന്ന സ്ഥലത്ത് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇപ്പോൾ നിങ്ങളിപ്പം പറഞ്ഞു 10,000 ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം കൊല്ലത്തുണ്ടായെന്ന്. ഞാൻ ലളിതമായി ചോദിക്കുന്നു, 2024 ഒക്ടോബർ മാസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ശ്രീ രാജീവിൻ്റെ ലേഖനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 44,000 കോടി രൂപ കേരളത്തിൽ കഴിഞ്ഞ 3.5 കൊല്ലത്തിനിടയ്ക്ക് വന്നു. അതിൽ 761 പേർ കോടിയുടെ മുകളിലും 203 സംരംഭം 100 കോടിക്ക് മുകളിലുമാണെന്ന് അദ്ദേഹത്തിൻ്റെ കണക്ക്. ഒരു ഗോവിന്ദൻ നമ്പൂതിരി എറണാകുളത്തുകാരൻ RTI പ്രകാരം, വിവരാവകാശ പ്രകാരം കണക്കെടുത്ത സമയത്ത് 6 സ്ഥാപനങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 100 കോടി രൂപയിൽ മുകളിൽ മുതൽ മുടക്കിയിട്ടുള്ളത്. അതിലൊന്ന് വിഴിഞ്ഞമാണ്, 2 തിരുവനന്തപുരത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്, തൃശ്ശൂരിലെ ഒരു ഹോട്ടലാണ്, മറ്റൊരു ഹോസ്പിറ്റലാണ്, കോഴിക്കോട്ടെ ലുലു മാളാണ്. ഈ 5 സ്ഥാപനങ്ങൾ മാത്രമാണ് 100 കോടി, ലുലു മാൾ 260, ബാക്കിയുള്ളത്. അത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ സ്ഥാപനത്തിന് എത്ര മുതൽ മുടക്കുണ്ട്? കേരളത്തിലെ രാജീവ് പറഞ്ഞ കണക്ക് എവിടെയാണ്? ഞങ്ങൾ അത്രയും ചോദിക്കുന്നില്ല. ആ ലിസ്റ്റ് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുക, അല്ലാതെ പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ നടന്നും ഓടിയും സൈക്കിളിൽ പോയിട്ടും യാഥാർത്ഥ്യങ്ങളെ അറിഞ്ഞപ്പോൾ നിങ്ങൾ കുറേ ഇല്ലാത്ത കണക്ക്. ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്ന ആളുകളൊക്കെ ഉത്തര സൂചിക, മറ്റേ സൂചിക, മറച്ചേ സൂചിക എന്ന് പറയും. എവിടെയാണ് യാഥാർത്ഥ്യം? ഇപ്പോൾ കൊല്ലത്തിൻ്റെ പരമ്പരാഗത വ്യവസായമാണ് കശുവണ്ടി. ഭാസ്കർ, എവിടെയാണ് ആ കശുവണ്ടി എത്തിയിരിക്കുന്നത്? നിങ്ങളത് പറ. അല്ലെങ്കിൽ കൊല്ലത്തെ ഏത് വ്യവസായ സ്ഥാപനമാണ്, പൊതുമേഖലാ സ്ഥാപനമാണ് ലാഭത്തിൽ പോയിരിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 56-ൽ 33 നഷ്ടത്തിലാണ് എന്നാണ് ഏറ്റവും പുതിയ കണക്ക്. പിന്നെ എവിടെയാണ്? ഇപ്പോൾ ഞാൻ കോഴിക്കോട്ടാണുള്ളത്. കോഴിക്കോട്ട് അങ്ങാടിയിലൂടെ ഒന്ന് വെറുതെ നടന്നാൽ, ഹസ്കർ എപ്പോഴെങ്കിലും വന്നാൽ കാണിക്കാം, ഒരു വലിയ സ്ഥാപനമായിരുന്നു സ്റ്റീൽ കോംപ്ലക്സ്. ഇവിടെ അടുത്ത സ്റ്റീൽ കോംപ്ലക്സ് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പോയപ്പോൾ അത് തുറന്നിട്ടുണ്ട് പറഞ്ഞു. പോയപ്പോൾ അത് തുറന്നിട്ടില്ല, ഏതോ ഒരാൾ പശുവിനെ പുല്ല് കൊടുക്കാൻ വേണ്ടി തുറന്നതാണ്. 300 കോടി രൂപയ്ക്ക് അത് വിറ്റു. 1000 കോടി ആസ്തിയുള്ള സാധനം ഛത്തീസ്ഗഡിലെ കമ്പനിക്ക് 300 കോടി വിറ്റു. തൊട്ടടുത്താണ് സോപ്പ് വർക്ക്സ്, കേരള സോപ്പ് വർക്ക്സ്, അതും പൂട്ടിക്കിടക്കുക. ശ്രീ ഇളമരങ്കരി വ്യവസായ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രവർത്തനവും ജോലിയും ആരംഭിച്ചതാണ് മാവൂർ ഗോളിയോ റൈൻസ്. ഏക്കർ കണക്കിന് സ്ഥലം പൂട്ടിക്കിടക്കുക. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം പറയുമ്പോൾ അങ്ങ് കണക്കുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഡേറ്റയാണല്ലോ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ നമ്മളിതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നഷ്ടങ്ങൾ വന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷവും നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാവുകയും ചെയ്തു. ഇപ്പോൾ വന്ന അങ്ങ് ഏറ്റവും ഒടുവിൽ പറയുന്ന കണക്കിൽ പോലും
ലാഭത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം കൂടിയ ഘട്ടവുമുണ്ട്. ഇനി എല്ലാത്തിനും അപ്പുറത്ത് KTDFC എന്ന് പറയുന്നത് വലിയ ലാഭത്തിലേക്ക് പോയത് അങ്ങേക്ക് അറിയുന്നതാണ്. KSRTCയുമായി ബന്ധപ്പെട്ട കണക്കുകൾ സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തിരിച്ചടയ്ക്കുന്നത് വഴി, ആ വായ്പകൾ തിരിച്ചടയ്ക്കിയ വഴി KTDFC വലിയ രൂപത്തിലാണ് ലാഭത്തിലേക്ക് പോയിട്ടുള്ളത്. ഈ കണക്കുകളും കൂടെ അംഗീകരിച്ച് വേണം പോകാൻ. അല്ല, കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായ ഒരു കാര്യമുണ്ടെങ്കിൽ അംഗീകരിക്കാൻ യാതൊരു അതിലേക്കാണ് വരുന്നത്. ഇപ്പം തിരുവനന്തപുരത്തും കോഴിക്കോട്ടും വന്നാൽ നമ്മൾക്കത് മനസ്സിലാവും. കോഴിക്കോട്ട് നിങ്ങൾ KSRTCയുടെ ആ ബിൽഡിങ്ങും അല്ലെ, ആ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ പറ്റിയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് KTDFC കേരള. അവർ നിങ്ങൾ വന്ന് പരിശോധിക്കണം, അസ്കർ വന്ന് പരിശോധിക്കണം ഈ സ്ഥാപനങ്ങൾ എവിടെ എങ്ങനെ നടക്കുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ KSRTCയിൽ ആളുകൾ എൻ്റെ നാട്ടിൽ അല്ലല്ല, ഇവിടെ രാഷ്ട്രീയമായി അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് ശ്രീ ഹസ്കർ മറുപടി ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്ന എന്താണ്, ഇതിന്റെ ലിസ്റ്റ് വേണം എന്നല്ലേ പറയുന്നത്? യെസ് ഞാൻ പൂർണ്ണമായി പറയാം. ഞാൻ ഈ കണക്ക് 2 ദിവസമായിട്ട് ശ്രീ വേണു ഈ കണക്ക് വല്ലാതെ കേട്ടിട്ടാണ് വരുന്നത്. 3 ലക്ഷത്തി ചില്ലാനം MSME ഉണ്ടായി എന്ന് പറയുന്നു, 4100 സ്റ്റാർട്ടപ്പ് ഉണ്ടായി എന്ന് പറയുന്നു. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇവിടെ 4100 ആണെങ്കിൽ കർണാടകയിൽ 18,000. ഹസ്കർ പറഞ്ഞതിൽ ഒരു യുക്തിയുടെ പിൻബലമുള്ള ഒരു വാദം ശ്രദ്ധയിൽ വന്നിരുന്നു. അത് ഈ പറയുന്ന കോവിഡ് കാലം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമായ കാലമായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് എങ്കിൽ ഈ 254% കേരളത്തിന് വളർച്ചയുണ്ടായി, മറ്റു സ്ഥലങ്ങളിൽ 45% എന്ന് പറയുമ്പോൾ അത് അവിടെയും ബാധകമല്ലേ? ഞാൻ ചോദിക്കുന്നത് ലളിതമായൊരു കാര്യം, കേരളത്തിലെ കണക്കാണ് പറയുന്നത്. 3 വർഷക്കാലത്തെ വ്യവസായങ്ങളിൽ നിന്ന് അടുത്ത 3 വർഷത്തേക്ക് വരുമ്പോൾ 254% ഉണ്ട്. അതിൻ്റെ കണക്കും കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ അത് ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതിലെ പൊള്ളത്തരമാണ് സൂചിപ്പിച്ചത്. അവിടെയാണ് ശ്രീ ഹസ്കർ പറയുന്നത് അത് ഈ പറയുന്ന കോവിഡ് കാലം എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചും മന്ദീഭവിച്ചിരുന്ന കാലമാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത്. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ കോവിഡ് കാലത്ത് നേരത്തെ ആരംഭിച്ച പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ കേരളത്തിൽ സ്റ്റെക്കായി കിടക്കുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും സൂചികയാക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? കേരളത്തിൽ കോവിഡ് കാലത്ത് ആരംഭിച്ച വ്യവസായങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മറ്റേതെങ്കിലും സ്ഥലത്ത് വ്യവസായങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ MSMEയുടെ കണക്കിന് എടുത്തു കഴിഞ്ഞാൽ ഞാനതിന് വളരെ ലളിതമായി പറയാം. ഇപ്പോൾ വന്നിരിക്കുന്ന MSME കണക്കിനകത്ത് ഹോമിയോ ക്ലിനിക്കുകളുണ്ട്, പൂട്ടിപ്പോയ ബേക്കറികളുണ്ട്, ഹോട്ടലുകളുണ്ട്. നിങ്ങളുടെ ഈ പറയുന്ന സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ പറഞ്ഞിരിക്കുന്നത് 254% വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്കായി ഈ ഇക്കോസിസ്റ്റത്തിൽ കാണുന്നത്. വളരെ വിചിത്രമായൊരു താരതമ്യമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടാം LDF സർക്കാരിൻ്റെ 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിൻ്റെ അവസാന 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്ന വളർച്ചയേക്കാൾ 284% വർധന. അത് കറക്റ്റാണ്. കാരണം ഈ പറയുന്ന 2019-21 കോവിഡ് കാലമാണെന്ന് പറയുന്നു. പക്ഷേ പ്രശ്നം ഇതാണ്, അവിടെ ഈ പറയുന്ന കോവിഡ് കാലം എന്ന് പറയുന്നത് ബാക്കി എല്ലാവർക്കും ബാധകമായിരുന്നില്ല എന്നാണ് ഹസ്കറിന്റെ ചോദ്യം. അല്ല, അവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ. കേരളത്തിനകത്ത് ആ കാലഘട്ടം സ്റ്റെക്കായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പഠിക്കണം, കാരണം മറ്റു വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ, പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ടോ, പുതിയ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കണം. അത് ഉണ്ട് എങ്കിൽ അതിൻ്റെ കമ്പാരിസൺ വരുമ്പോൾ എന്തല്ല, ആ ശതമാനക്കണക്ക് തെറ്റായിരിക്കും. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. കേരളം സ്റ്റെക്കാണെന്ന് നമ്മൾക്ക് അറിയാം. ഇത്രയാണ് ശ്രീ VD സതീശ് ഉദ്ദേശിച്ചത്. ഞാൻ ശ്രീ വേണു ഒറ്റ കാര്യം കൂടി മാത്രമേ ഞാൻ ഹസ്കറിനോട് ചോദിക്കുന്നത്, കേരളത്തിനകത്ത് ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയതിൽ എന്താണ് നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു മാറ്റം? കേരളത്തിനകത്ത് എത്ര പേർക്ക് പുതുതായി തൊഴിൽ കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്? ഏത് മേഖലയിലാണ് അതുണ്ടായിട്ടുള്ളത്? നേരത്തെ പറഞ്ഞ 3 ലക്ഷത്തി ചില്ലാനം ഇപ്പൊ കണക്ക് നോക്കിയാൽ എന്തായാലും സതീശന്റെ ഇന്നത്തെ പ്രതികരണം, അത് ഡേറ്റ വെച്ചുകൊണ്ടുള്ള പ്രതികരണത്തിന് അതിൻ്റെതായ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കാണ് മറുപടി നൽകുന്നത് എന്നാണ് സതീശൻ എന്ന് പറഞ്ഞത്. തരൂരിനെ കൃത്യമായ ചിത്രത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടായിരുന്നു ആ നീക്കം. അത് തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമായിരുന്നു. അത് വിജയം കാണുകയാണ്. കാരണം രാജീവിന് ഇന്ന് വിശദമായി അതിനോട് മറുപടി പറയേണ്ടതെന്ന് ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടുന്നു എന്നതാണ്. സ്റ്റാർട്ടപ്പ് കണക്കാണ് കേട്ടോ നിജേഷേ. UDF സർക്കാരിൻ്റെ കാലത്ത് 300 സ്റ്റാർട്ടപ്പുകൾ മാത്രം. LDF ഭരണത്തിൽ 8 വർഷം കൊണ്ട് 6200 5800 കോടിയുടെ നിക്ഷേപമുണ്ടായി. 2026 15,000 സ്റ്റാർട്ടപ്പുകളാണ് ലക്ഷ്യമെന്നും FB പോസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ കണക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീ N ശ്രീകുമാർ, ഈ കണക്കുകളുടെ കാര്യമെന്ന് പറയുമ്പോൾ എപ്പോഴും അത് ആർക്കനുകൂലമായും വേണമെങ്കിലും അവതരിപ്പിക്കാവുന്നതാണ്. അങ്ങേക്കറിയുന്നത് പോലെ ഈ KM എബ്രഹാം UDF സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ധവളപത്രം പുറപ്പെടുവിച്ചു. അത് കഴിഞ്ഞ് ഭരണമാറ്റമുണ്ടായി, 1ാം പിണറായി സർക്കാർ വരുന്നു, ഐസക് ധനമന്ത്രിയാകുന്നു. ഇതേ KM എബ്രഹാമിനെ കൊണ്ടൊരു ധവളപത്രം പുറപ്പെടുവിക്കുകയുണ്ടായില്ലേ ഐസക്? അപ്പോൾ എന്താണ്, മുൻ സർക്കാർ മുഴുവൻ ഈ പറയുന്ന നമ്മുടെ ഖജനാവ് കാലിയാക്കുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടാണ് പോയത് എന്ന് പറയുന്നു.
അപ്പോൾ ഒരേ KM എബ്രഹാം ആധികാരികമായി സർക്കാർ അവലംബിച്ച കണക്കുകളൊന്ന്, പക്ഷേ രാഷ്ട്രീയമായി രണ്ട് തരത്തിലാണ് അത് വ്യാഖ്യാനിക്കാവുന്ന വിധത്തിൽ പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് ഈ കണക്കിൻ്റെ കളി അവിടെ ഇരിക്കട്ടെ. തരൂർ ഈ കണക്ക് വെച്ചുകൊണ്ട് വേറെ എന്ത് കളിക്കാണ് മുതിരുന്നത്? ശ്രീകുമാർ. നോക്കൂ വേണു, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡാറ്റയും കണക്കുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് സത്യമോ നുണയോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിനെ തിരുവനന്തപുരത്തുള്ളവർ ജയിപ്പിച്ച് വിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെ പുകഴ്ത്തിക്കൊണ്ട് ലേഖനം എഴുതാൻ വേണ്ടിയല്ല. ഒന്നാമത്തെ കാര്യം ഇത്. രണ്ടാമത്തെ കാര്യം, പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിനെ CPM അവരുടെ പ്രചരണോപകരണമാക്കുന്ന ഒരു പരിഹാസ്യമായ അവസ്ഥ ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ സാധാരണഗതിയിൽ മുൻകാലങ്ങളിലാണെങ്കിൽ സംഘടനാപരമായി മാതൃസംഘടനയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ശശി തരൂരിനെ തിരുത്തിക്കാൻ ആദ്യമായി രംഗത്ത് വരിക യൂത്ത് കോൺഗ്രസ്സാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് ശശി തരൂര് ചെയ്തത് ശരിയല്ല എന്ന് ധൈര്യമായി പരസ്യമായി പറയേണ്ട ഒരു അവസ്ഥ എത്തിയിരിക്കുകയാണ്. അവരത് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത് എന്നെ വല്ലാതെ ആകുലപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ചരിത്രത്തിൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം ഒരു സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ശത്രു ഭരിക്കുമ്പോൾ ആ രാഷ്ട്രീയ ശത്രുവിനെ പിന്തുണച്ചുകൊണ്ട് ലേഖനം എഴുതുകയും അതിനെ പിന്നീട് ന്യായീകരിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അത് കണക്കുകൾ കൊണ്ട് മാറ്റാവുന്ന കാര്യമല്ല. ശശി തരൂരിന് ചെയ്യാൻ പറ്റാത്ത കാര്യം യൂത്ത് കോൺഗ്രസ് നിർവഹിക്കണം. അവർക്ക് ശശി തരൂരിനോട് പറയണം, നിങ്ങളത് തിരുത്തണം, അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പരമോന്നത സമിതിയിൽ നിന്ന് മാറി നിൽക്കാൻ ഉള്ള താല്പര്യമെങ്കിലും കാണിക്കണം എന്ന് പറയണം. അല്ലെങ്കിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിൽ നേരിടും. സംഘടനാപരമായ ചില കാര്യങ്ങൾ വരുമ്പോൾ മാതൃസംഘടനയ്ക്ക് വർക്കിംഗ് കമ്മിറ്റി അംഗത്തോടെ ചില കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവസ്ഥ ബുദ്ധിമുട്ടുണ്ട്. സംഘടനാപരമായ 1970 യൂത്ത് കോൺഗ്രസ് ഒരു പ്രഷർ ഗ്രൂപ്പ് ഏത് കാര്യങ്ങളായാലും, കാരണം വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ തിരുത്താൻ KPCCക്കൊന്നും അങ്ങനെ നമ്മുടെ സംഘടനാപരമായി നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്നൊന്നും കഴിയുന്ന കാര്യമല്ല. കാരണം വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന് പറയുന്ന പരമോന്നത സമിതിയാണ്. പഴയ കമ്മിറ്റി ഉണ്ടായിരുന്നു, ഇപ്പോൾ കോർ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് ഞാൻ പറയട്ടെ ഞാൻ മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഇവിടെ ഹൈക്കമാൻഡ് ബിനിയാൻ അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചു. BD സതീശൻ കണക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാം പൊളിച്ചു കൊടുത്തു. മാത്രമല്ല ഹൈക്കമാൻഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, ശശി തരൂർ പറഞ്ഞത് തെറ്റാണ്. പക്ഷേ സാധാരണഗതിയിൽ ഒരു സംഘടനാ തലത്തിൽ ഒരു സംസ്ഥാനത്തെ മാതൃസംഘടനയെ ഇത്തരം ഘട്ടങ്ങളിൽ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് തിരുത്താൻ ശ്രമിക്കേണ്ട തിരുത്ത ശക്തിയാവണം യൂത്ത് കോൺഗ്രസ്. യാതൊരു സംശയമില്ല. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ആ സംഘടനയ്ക്ക് ബലം കൊടുക്കുന്ന ഒരു ബേസിക് ഘടനയാണ്. ഞാനത് 2 ദിവസമായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവരെന്താ മിണ്ടാതിരിക്കുന്നത്? ഇത് ദിവസവും ചാനലിൽ വന്നിട്ട് ഡാറ്റ നോക്കി ചർച്ച ചെയ്യണോ വേണ്ടത്? ഇത് ഒരു PR വർക്കല്ലേ വർക്കിംഗ് കമ്മിറ്റി അങ്ങ് ചെയ്തു എന്ന് CPM പറയുന്നത്. ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്താണ്? ഈ ലേഖനത്തിൽ ഞാൻ പറഞ്ഞത് ഡാറ്റ സത്യമാണെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സത്യമാണെങ്കിൽ, സത്യമല്ല എന്ന് VD സതീശൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ അദ്ദേഹം അത് തിരുത്തി ലേഖനം എഴുതുമോ? അത് ശശി തരൂർ പറയേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു സാഹചര്യം അദ്ദേഹത്തിന് പറയാനില്ലല്ലോ, പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എഴുതിയതാണെന്ന് അദ്ദേഹത്തിന് പറയാനില്ലല്ലോ. വെറുതെ ഒരു ലേഖനം എഴുതുക, ആ ലേഖനം CPM ആയുധമാക്കി കൊടുക്കുക, എന്നിട്ട് കോൺഗ്രസ് അദ്ദേഹം പറയുകയുണ്ടായി, എന്നെ തിരുത്താമെങ്കിൽ തിരുത്തിക്കോളൂ, അതിൻ്റെ വിവരങ്ങൾ നൽകിയാൽ മതി, തിരുത്താൻ തയ്യാറാകാം, സ്വയം തിരുത്താൻ തയ്യാറാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്ന് മാത്രമല്ല VD സതീശൻ ഒരു സന്ദർഭം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അത് ഈ പറയുന്ന കേരളയിലുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ഇതുപോലെ തന്നെ ഒരു നിലപാട് തരൂർ എടുത്തു. സർക്കാരിന് അനുകൂലമായ നിലപാട്, പിണറായി സർക്കാരിന് അനുകൂലമായ നിലപാട്, ശക്തമായ എതിർ നിലപാടുമായി പ്രതിപക്ഷം ഇവിടെ നിൽക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ഡൽഹിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ ഈ വിശദാംശങ്ങൾ തരൂരിനെ ധരിപ്പിച്ചു. തരൂർ ഉടനെ തന്നെ മറുപടി എഴുതുകയുണ്ടായി, അത് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി എന്നാണ് സതീശൻ പറഞ്ഞത്. LOP എന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചു, അത് പ്രായോഗികമല്ല എന്ന് വെച്ചാൽ ഈ കേരയിൽ പ്രായോഗികമല്ല എന്ന് അദ്ദേഹം പറഞ്ഞുവെന്ന്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ അങ്ങ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നിർവഹിക്കേണ്ട രാഷ്ട്രീയ ദൗത്യത്തെ പറ്റിയാണല്ലോ. ഈ കൃപേഷ് ശരത്ലാൽ KPCCയുടെ മീഡിയ വിഭാഗം ഇന്നൊരു പോസ്റ്റർ ഇറക്കിയത് അങ്ങനെ തന്നെ ഷെയർ ചെയ്യുകയുണ്ടായി തരൂര്. പിന്നീട് തരൂർ അത് മുക്കിയിട്ട് മറ്റൊരു രൂപത്തിൽ വളരെ വളരെ മൃദുവായി CPMനെ പറ്റി ഒന്നും പറയാതെ പിന്നീട് ഒരു പുതിയ പോസ്റ്റുമായി രംഗത്ത് വന്നതും അങ്ങ് കണ്ടതാണ്. അങ്ങനെയെങ്കിൽ തരൂർ സ്വയം നീതി കാണിക്കണം. അദ്ദേഹത്തിന് എവിടെയോ ഒരു പിഴവ് പറ്റി,
അത് തിരുത്തുന്നുവെങ്കിൽ അത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരിടത്ത് പൊങ്ങുക, പിന്നെ മുങ്ങുക, പിന്നെ വീണ്ടും പൊങ്ങുക, എന്നിട്ട് പിന്നെ സ്വയം തിരുത്തുമെന്ന മാഹാത്മ്യം കൂടി ഇടയ്ക്കിടയ്ക്ക് പറയുക. അതിനപ്പുറം എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ ഈ നിലപാടുകൾക്ക് ശ്രീ ശ്രീകുമാർ? അല്ല, ശശി തരൂരിൻ്റെ നിലപാട് ആദ്യം തൊട്ട് തന്നെ കോൺഗ്രസിനോട് വലിയ താല്പര്യമുള്ള രീതിയിലല്ലെന്ന് പലവട്ടം ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം AICC പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ്, കാരണം യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഈ ഇന്നത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സാധാരണ ഒരു കോൺഗ്രസ് നേതാവും ഷെയർ ചെയ്തിട്ടില്ല. ശശി തരൂർ അത് ഷെയർ ചെയ്തിട്ട് പിന്നീട് മാറ്റിയതാണ് പ്രശ്നമായത്. അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിന് നാളെ വിശദീകരണം കൊടുക്കേണ്ട അതൊരു കാര്യം. പക്ഷേ സാധാരണഗതിയിൽ ഞാൻ വേണത് പറയാൻ കാരണം യൂത്ത് കോൺഗ്രസിനെ കുറ്റം പറയല്ല. ചില പ്രത്യേക ഘട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് മുതിർന്ന നേതാക്കളെ തിരുത്തേണ്ട ഘട്ടമുണ്ട്. അങ്ങനത്തെ ഒരു ഘട്ടം കേരളത്തിൽ വന്നിരിക്കുകയാണ്. കാരണം തൊഴിൽ എവിടെ വേണ്ടു? കേരളത്തിൽ ഇത്രയും തൊഴിലില്ലായ്മ ഉള്ള സ്ഥലത്ത്, പിൻവാതിൽ നിയമനം നടക്കുന്ന സ്ഥലത്ത്, യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുന്ന ഒരു ഭരണകൂടമുള്ള സ്ഥലത്ത് ശശി തരൂർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പറയണ്ടേ, നിങ്ങൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരുത്തിയ ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് 1970-കളിലെ യൂത്ത് കോൺഗ്രസ് പ്രഷർ ഗ്രൂപ്പായിട്ട് AK ആന്റണിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നല്ലോ. അതെന്താണ് ഇവർ മനസ്സിലാക്കാത്തത്? ഞാനിത് പറയാൻ കാരണം ചില ഘട്ടങ്ങളിൽ മാതൃസംഘടനയ്ക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് ആണ് പറയുക. അതിനാണ് യൂത്ത് കോൺഗ്രസ്. ആ ഒരു നല്ല രീതിയിലാണ് ഞാനത് പറഞ്ഞത്, അല്ലാണ്ട് യൂത്ത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയല്ല. പക്ഷേ ഇവിടെ ഇന്ന് VD സതീശൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അക്കമിട്ട് എഴുതിയത്, അതിൽ നമ്മുടെ രാജീവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളെ ഒരു വലിയ നീണ്ട ലേഖനം എഴുതി ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയ എന്തുകൊണ്ടാണ്? ഈ കണക്കിലെ പൊള്ളത്തരം കൊണ്ടല്ലേ. അത് നാളെ തിരുത്തായിരിക്കും എന്തെങ്കിലും ചെയ്യണ്ടേ. പക്ഷേ ഒരു സംഘടനയെ പ്രതിസന്ധിയിലാക്കുന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. നിസ്സാര കാര്യമല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മുമ്പിൽ, യൂത്ത് കോൺഗ്രസിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രകടനമായി അല്ലെങ്കിൽ സംഘടനാ നേതൃത്വത്തിന്റെ കരുത്തായി ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ തരൂരിനെതിരെ ഒരു പ്രസ്താവന ഇറക്കുക, അല്ലെങ്കിൽ നേതൃത്വത്തിനോട് പരാതിപ്പെടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അത് ആർക്ക് ആയുധം നൽകലാകും? അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇന്ന് സതീശൻ കളിച്ച കളി, കരുവ് എന്ന നിലയിൽ ആരെയാണോ CPM ഉപയോഗിക്കാൻ നോക്കിയത് ആ കരുവിനെ ആ കളത്തിൽ നിന്ന് തന്നെ അടർത്തി മാറ്റി. എന്നിട്ട് നേർക്കുനേർ സംവാദത്തിലേക്ക് പോവുകയാണ് സതീശൻ. അതല്ലേ ശരി? ഇയാളെ അങ്ങ് അവഗണിക്കുക. അത് തന്നെയല്ലേ പോയി ഹൈക്കമാൻഡും ചെയ്തിരിക്കുന്നത്. കാരണം ഈ മോദി സ്തുതിയും സ്റ്റാർട്ടപ്പ് സ്തുതിയും രണ്ടും കൊണ്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടിയെടുത്താൽ അത് ഒരായുധമായി എതിർകക്ഷികൾ ഉപയോഗിക്കാം. അങ്ങനെ ഒരു അവസരം കൊടുക്കേണ്ടതില്ല. അതല്ലേ കുറെ കൂടെ ബുദ്ധിപരമായ നീക്കം ശ്രീകുമാർ? വേണു, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവഗണിച്ചത് ഞാൻ തന്നെ പറഞ്ഞല്ലോ. പക്ഷേ ഇത് ഇപ്പോഴല്ലല്ലോ തുടങ്ങുന്നത്. കേരള വിഷയത്തിൽ ശശി തരൂരെ കേരള MP ഒപ്പിട്ടപ്പോൾ അത് ഒപ്പിട്ടില്ല. അത് വലിയ വാർത്തയായപ്പോൾ അദ്ദേഹം 2020 ഡിസംബർ മാസം 20-ാം തീയതിയോ 21-ാം തീയതിയോ മാതൃഭൂമിയിലെ ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരളയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ ഒപ്പിടാതിരുന്നത് എനിക്ക് ചില കണക്കുകൾ നോക്കേണ്ടതുണ്ടായിരുന്നു, കേരളയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ്റെ വ്യവസായ നേരത്തെ തിരുവനന്തപുരത്തെ ഒരു മാൾ ഉദ്ഘാടന ചടങ്ങിൽ പ്രശംസിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനമാക്കിയാണ്, അതിൻ്റെ പേരിൽ എന്നെ CPM വക്താക്കൾ പുകഴ്ത്തുന്നത് കാപട്യമാണ്, അതും ശ്രദ്ധിക്കണം. ഇതൊക്കെ പറഞ്ഞ ശശി തരൂര് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ലേഖനം എഴുതേണ്ട അവസ്ഥയിൽ ആ ലേഖനം കോൺഗ്രസിന് ഗുണകരമായിട്ടല്ലേ എഴുതേണ്ടത്? അത് CPMനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം രാഷ്ട്രീയ സംഘടനയുടെ പരമോന്നത സമിതിയിൽ അംഗമാണ്. ആ അംഗത്തിന് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കണമെങ്കിൽ ആ സ്ഥാനം രാജിവെക്കണം. അദ്ദേഹത്തെ MP ആക്കിയത് പിണറായി വിജയനെ പുകഴ്ത്താനല്ല, അദ്ദേഹത്തെ MP ആക്കിയത് കേരളത്തിൻ്റെ വികസനത്തെ കേന്ദ്രത്തിൽ കൊണ്ട് പറയിപ്പിച്ച് അത് വാങ്ങിച്ചു കൊടുക്കാൻ സമ്മർദ്ദം ചെലുത്താൻ മറ്റുള്ളവർക്കൊപ്പം നിൽക്കലാണ്. ഞാൻ എഴുതാനിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന ഡാറ്റയാണ് ശരിയെന്ന് പറഞ്ഞാൽ ആ എഴുതാനിരിക്കുന്ന ശശി തരൂർ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മനസ്സും കോൺഗ്രസുകാരുടെ വികാരവും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എഴുതാൻ. ഏത് ഡാറ്റയുടെ പിൻബലത്തിലാണ് അങ്ങനെയെങ്കിൽ ശ്രീകുമാർ ഈ ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ഒരു മോദി സ്തുതിയിലേക്ക് ഈ പറയുന്ന ആൾ പോയത്? അടച്ചിട്ട വാതിലിനകത്ത് നടന്ന ഏത് ചർച്ചയുടെ ഡേറ്റ നേരിട്ട് കിട്ടി? അങ്ങനെ ഒരു ഹോട്ട്ലൈൻ മോദിയും തരൂരും തമ്മിലുണ്ടോ? തരൂർ അതൊക്കെ വ്യക്തമാക്കേണ്ടതാണ്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയ കാര്യം യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കേണ്ടേ? അങ്ങയുടെ മറുപടി? അല്ലേ,
ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ കാണുന്നത് ഇതൊരു പോസിറ്റീവായ കാര്യമാണ്. ശ്രീ ശശി തരൂർ ഒരു കാര്യം പറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി പി രാജീവും പിണറായി വിജയനും കൊണ്ടുവന്നിരുന്ന ഒരു വലിയ തട്ടിപ്പ് പുറത്തു വന്നു. ഞങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ ശ്രീ ശശി തരൂർ അതിനൊരു കാരണമായി മാറിയെന്ന് നമ്മൾ കാണുന്നുള്ളൂ. ശശി തരൂർ ഇന്നല്ലെങ്കിൽ നാളെ ആ ഘട്ടം കഴിഞ്ഞിട്ടാണ് ഈ പെരിയ വിഷയത്തിലുള്ള മുങ്ങല്. അല്ല, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം. അല്ല, അത് നമ്മൾക്കറിയാം. ഫേസ്ബുക്ക് പോസ്റ്റ് സ്വാഭാവികമായും അഡ്മിന്മാരാണ് ചെയ്യുന്നത്. അപ്പോൾ അഡ്മിൻ അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയെന്നേ ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ. പെരിയ കേസിൽ ഞങ്ങൾക്കൊക്കെ ഒരു വികാരമുണ്ട്. ഞാൻ ആ വികാരത്തിന് ഇതുമായി കൂട്ടി കുഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ കാര്യത്തിൽ CPM ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ചെയ്യാനില്ല. ആര് കോംപ്രമൈസ് ചെയ്താലും അതിനോട് യോജിച്ച് നിൽക്കാനും നമുക്ക് പറ്റില്ല. അല്ലല്ല, ഒരു സെക്കൻഡ് നിജേഷ്, ഈ സാഹിത്യവും കൂടി അഡ്മിനാണോ എഴുതി വിടുന്നത്? ഇത്ര അരാഷ്ട്രീയമായ സാഹിത്യം അത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ അഡ്മിനാണ്, അത് പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം എഴുതിയ ലേഖനം എന്തായാലും അദ്ദേഹം എഴുതിയതാണ്. അവിടേക്കാണ് ശ്രീ N. ശ്രീകുമാർ പറയുന്ന ഒരു കാര്യം വരുന്നത്. ഇയാൾക്ക് ഈ വളയമില്ലാ ചാടാനുള്ള അവസരം എങ്ങനെ കിട്ടുന്നു? അല്ല, ഇദ്ദേഹം ഇതിനകത്ത് അദ്ദേഹം എന്ന് പറയുന്നത് പ്രവർത്തക സമിതിയിലെ അംഗമാണ്. നമ്മൾ ആ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ വ്യത്യസ്ത മേഖലകളിലെ ആളുകളൊക്കെ അംഗങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ അദ്ദേഹത്തിന് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നത് പോലും ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിട്ടല്ല. ശ്രീ N. ശ്രീകുമാർ, അഡ്മിൻ പ്രശ്നമാണോ ഇതിനകത്തുള്ളത്? അങ്ങനെയാണ് നിജേഷിനെ പോലുള്ളവർ ഇതിനോട് പ്രതികരിക്കുന്നത്. അങ്ങ് വളരെ വൈകാരികമായി പറഞ്ഞ കാര്യത്തോടാണ് ഒരു അഡ്മിൻ വിഷയമായി നിജേഷ് കാണുന്നത്. അല്ല, ഇതേ അദ്ദേഹം പറയുന്നതാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം. അദ്ദേഹം പറയുന്നതാണല്ലോ. ഞാൻ കോൺഗ്രസിനോട് സഞ്ചരിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ നികേഷിന് പറയാൻ പറ്റില്ല. നിജേഷ് പറയുന്നത് പാർട്ടിയുടെ അഭിപ്രായമാണ്. ഞാൻ പറയുന്നത്, ഞാൻ ഈ ചരിത്രം, കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചില സന്നിഗ്ധഘട്ടങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് ചില കാര്യങ്ങൾ, ചില ഇടപെടൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ തിരുത്താൻ ശ്രമിക്കും. തിരുത്താൻ ശക്തിയാവുന്ന ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് യൂത്ത് കോൺഗ്രസ് സമരത്തിന് പോകണമെന്നല്ലോ. ശശി തരൂർ പറഞ്ഞത് ശരിയല്ല എന്ന് യൂത്ത് കോൺഗ്രസ് പറയുമ്പോൾ കേരളത്തിലെ യുവാക്കളുടെ അഭിപ്രായമാണത്. കാരണം അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. അവരെ തല്ലിയ ഗവൺമെൻറ്, അവരെ തൊഴിലില്ലാത്ത ഗവൺമെൻറ്, പിൻവാതിൽ നിയമനം, ഇത്രയും ശക്തമായി ഈ വിഷയത്തെ സമീപിക്കുന്നു. കോൺഗ്രസിനകത്തിരുന്നുകൊണ്ട് നിജേഷ് ഇതൊരു അഡ്മിൻ പ്രശ്നമായി കാണുന്നു. ഇതാണ് പ്രശ്നം. ഇതാണ് ശശി തരൂരിനെ പോലെയുള്ള കൂടുതൽ ആളുകളെ ഇനിയും ഈ പാർട്ടി ഉണ്ടാക്കുമെന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങിലേക്ക് വരാം, നിജേഷിലേക്കും വരാം. ശ്രീ കെ സി ഉമേഷ് ബാബു, ഇന്നിപ്പോൾ ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിരിക്കുകയാണ് തരൂരിന് വേണ്ടി. തരൂരിനെ തന്നെ പേരെടുത്തുകൊണ്ട് ഒരു വാചകവുമുണ്ട്. തരൂരിനെ തള്ളിപ്പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസ്. അങ്ങ് വായിച്ചു കാണുമെന്ന് കരുതുന്നു. അതിലൊരു വാചകമുണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന് വേണ്ടി ചിന്തിക്കണമെന്ന്. വികസനത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് പാർട്ടി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഇങ്ങനൊരു വാചകം കടന്നുകൂടുന്നത്. ഇടതുപക്ഷത്തിൻ്റെ അത് ബദലല്ലേ? അത് വികസനത്തിലും ഒരു ബദലല്ലേ? വികസനത്തിൻ്റെ കാര്യത്തിലും രാഷ്ട്രീയമില്ലേ? എല്ലാത്തിലും രാഷ്ട്രീയമില്ലേ? ശ്വസിക്കുന്നതിൽ രാഷ്ട്രീയമില്ലേ? എന്നിട്ട് പറയുകയാണ് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്ന്. അപ്പോൾ ഇത് എന്ത് തരം അരാഷ്ട്രീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലേക്കാണ് CPM ചുവടുമാറ്റം? ശ്രീ ഉമേഷ് ബാബു സർ, കേൾക്കാൻ വയ്യ ശബ്ദം? ഇപ്പോൾ കേൾക്കാം. എനിക്കുള്ളൂ. കാരണം നേരത്തെ വേണു പറഞ്ഞ ശ്വസിക്കുന്നതിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് ബൈഡൻ ഗവൺമെന്റിന്റെ സമീപനം ഇപ്പോൾ ട്രംപ് വന്ന് തിരുത്തുന്നത്. അതാണ് ശ്വസിക്കുന്നതിന്റെ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ള കാര്യം ഈ പറയുന്ന അമേരിക്കയിലെ ക്ലാസിക്കൽ ലിബറൽ രാഷ്ട്രീയക്കാരനായിട്ടുള്ള ജോ ബൈഡനും അയാളുടെ ഗവൺമെന്റും അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന അതിതീവ്ര വലതുവാദിയായിട്ടുള്ള ഈ പറഞ്ഞ ട്രംപിനും അയാളുടെ കൂട്ടാളികളായിട്ടുള്ള ശതകോടീശ്വരന്മാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇതാണ് പ്രശ്നം. ദേശാഭിമാനിയോടും നമ്മുടെ ഈ പറയുന്ന CPM വേണ്ടിയിട്ടുള്ള ഈ സംസാരിക്കുന്ന സ്നേഹിതന്മാരോടും ഒക്കെ നമുക്ക് സാധാ മാത്രമേ പുലർത്താൻ പറ്റൂ. കാരണം തരൂർ എന്താ അവതരിപ്പിക്കുന്നത്? തരൂർ ശതകോടീശ്വര രാഷ്ട്രീയമാണ് അവതരിപ്പിക്കുന്നത്. ശ്രീ ശ്രീകുമാർ അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ തരൂര് ചെറിയ കളിയൊന്നുമല്ല കളിക്കുന്നത്. അത് നമ്മൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തരൂരിന്റെ പിണറായി ഗവൺമെന്റ് സ്തുതി ഒരു പത്രത്തിൽ വന്നത്. ഈ വെള്ളിയാഴ്ച തരൂര് ഈ പറയുന്ന ബാംഗ്ലൂരിലുണ്ടായിരുന്നു. തരൂർ ബാംഗ്ലൂരിലെ കോൺഗ്രസ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഈ പറയുന്ന ഗ്ലോബൽ ജിം, അതാണല്ലോ ഇപ്പോഴത്തെ ഒറ്റമൂലി, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഇതിന്റെ സമാപനത്തിൽ പങ്കെടുക്കുക ചെയ്യുന്നത്. ആ വേദിയിൽ ഉണ്ടായിരുന്നത് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ, അവിടുത്തെ ഒരു പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യലേക്ക് പെട്ടെന്ന് ഓർമ്മ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കണം, ഉദ്യോഗസ്ഥന്മാര്, തരൂരും. അവിടെ നടന്നിട്ടുള്ള ഒരു പത്രസമ്മേളനമുണ്ട്. അതിൽ പറഞ്ഞത്, കർണാടക ഗവൺമെന്റ് പറഞ്ഞത് 10.27 ലക്ഷം കോടിയുടെ നിക്ഷേപം ഈ ജിമ്മിലൂടെ തങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയെന്നതിന്റെ കണക്കുകളാണ് അവർ പുറത്തുവിട്ടത്. അവിടെയും തരൂരുണ്ട്.
അപ്പൊ തരൂര് നമ്മളെ ഈ പറയുന്ന കേരളത്തിലെ നിഷ്കളങ്കമാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ കാണുന്ന പോലെയല്ല. തരൂര് കോൺഗ്രസിനെയാണ് ലക്ഷ്യമിടുന്നത്, കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെയാണ് ലക്ഷ്യമിടുന്നത്. കാരണം കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പുതിയ നേതൃത്വത്തിന് കീഴിൽ, പുതിയ സാമ്പത്തിക പരിപാടിക്ക് കീഴിൽ, രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിന് കീഴിൽ തെരഞ്ഞെടുപ്പുകൾ നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിനെ പിന്തുണക്കുന്ന ഇന്ന് മുതലാളിത്തത്തിനകത്ത് രാഷ്ട്രീയം, ഈ പറയുന്ന രാഹുൽ ഗാന്ധി രാഷ്ട്രീയമുണ്ട്, ശതകോടീശ്വര രാഷ്ട്രീയമുണ്ട്. അതിന്റെ പിളർപ്പിനെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പൊ ഈ ശതകോടീശ്വര രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ട് സ്വയം അവരോധിക്കുന്ന പണിയാണ് തരൂർ വളരെ കെയർഫുള്ളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ തരൂരിന്റെ അഡ്മിൻ, അതാണ് എന്ത് നിഷ്കളങ്കന്മാരാണ് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാര്, പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാര്. തരൂരിന്റെ അഡ്മിൻ എന്താ, വേറെ അഡ്മിനെ വെച്ചുകൂടെ തരൂരിന്? തരൂർ എന്താണ് ഈ പറയുന്ന CPM-നെതിരായിട്ടൊരു വാക്യം ഉണ്ടാകുമ്പോൾ ആ പോസ്റ്റ് മുക്കാൻ ഭാഗത്തുള്ള അഡ്മിന്മാരെ മാത്രം കണ്ടുപിടിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കാൻ കഴിയണം കോൺഗ്രസ്സുകാർക്ക്, യൂത്ത് കോൺഗ്രസ്സുകാർക്കും. ഈ പറയുന്ന കരിയറിസ്റ്റ് ആയിട്ടുള്ള തരൂരിനെ മാതൃകയാക്കരുത്. കാരണം ഒറ്റ കാര്യം കൂടി, ഡാറ്റയുണ്ടല്ലോ. സുധാ മേനോന്റെ ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ. അവർ ചൂണ്ടിക്കാണിച്ചു, അവർ കോൺഗ്രസ്സുകാരിയാണ്, അവർ ചരിത്രം എഴുതുന്ന ആളാണ്, അവർ ഡൽഹിയിലാണ്. അവർ വേദനയോടെ ചൂണ്ടിക്കാണിച്ചു എന്ന് ഞാൻ വായിച്ചു മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പൊ അടുത്ത ദിവസം സാക്ഷാൽ മഹാത്മാഗാന്ധിയെ കുറിച്ച് തരൂർ എഴുതിയിട്ടുള്ള ഒരു ദീർഘലേഖനം മലയാളത്തിലെ പ്രധാനപ്പെട്ട ഗാന്ധിയെ കുറിച്ച് ആണയിടുന്ന, എപ്പോഴും ഗാന്ധിയെ വെച്ച് ആണയിടുന്ന പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നാണ് സുധാ മേനോൻ എഴുതിയത്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അത് ഏറ്റെടുത്തില്ല? ഇതാണ് ഈ മഹാപണ്ഡിതന്റെ, ഈ വലിയ എഴുത്തുകാരന്റെ, വിശ്വപൗരന്റെ, ഞാനതാ പറഞ്ഞത്, വിശ്വപൗരൻ എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറക്കില്ല, VK കൃഷ്ണമേനോൻ എന്ന് പറയുന്ന കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട ഒരാളാണ് അയാൾ. ഒരുപാട് ദുരന്തങ്ങളിലാണ് കൃഷ്ണമേനോൻ അവസാനിക്കുന്നത്. പക്ഷേ മലയാളിയുടെ ഒരു വിശ്വപൗരനേ ഉള്ളൂ. അത് ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ കോൺഗ്രസിന് വേണ്ടി ജീവിതം നീക്കി വെച്ച VK കൃഷ്ണമേനോൻ എന്ന് പറയുന്ന പന്നി അംഗക്കരക്കാരനാണ്. അതൊക്കെ മറന്നുപോകും കോൺഗ്രസ്സുകാർ, ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഈ ഗാന്ധിക്കെതിരായിട്ട് തെറ്റി ലേഖനം എഴുതിയിട്ട് ഈ സുധാ മേനോൻ ഈ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് എഴുതേണ്ട ഗതികേടുണ്ടായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മിണ്ടാട്ടമില്ല, കേരളത്തിലെ ആ പത്രം തിരുത്തുന്നില്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കൂ. ഈ പറയുന്ന ഈ വ്യാജ വിശ്വപൗരനെ കൊണ്ട് കേരളം അനുഭവിക്കുന്ന ദുരിതമാണിത്. അദ്ദേഹം ശതകോടീശ്വര രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു. യൂത്ത് കോൺഗ്രസ്സുകാർ എതിർക്കില്ല. കാരണം യൂത്ത് കോൺഗ്രസ്സുകാർ മിക്കവാറും ഈ വഴിയിലാണ്, കരിയറിസത്തിന്റെ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നത്. ഈ AK ആന്റണിയുടെ കാലത്തെ യൂത്ത് കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ്. അതുകൊണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി ലൈനിനെതിരായിട്ടുള്ളൊരു പോർമുഖം തുറക്കുന്ന പണിയാണ് ഇവിടെ ഇത് എഴുതിയിട്ട്. അദ്ദേഹം ഇംഗ്ലീഷ് പത്രത്തിലാണ് ഇത് എഴുതിയത്, മാതൃഭൂമി പത്രത്തിലാണ് ധാരാളം എഴുതൽ. അതിലല്ല, അദ്ദേഹത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. പിന്നെ ഈ പറയുന്ന ബാംഗ്ലൂരിൽ പോയിട്ട് ജിമ്മിൽ പങ്കെടുത്തിട്ട് അവിടെ 10.27 ലക്ഷം കോടി, ഈ മനുഷ്യന്റെ ഒരേ നിലപാട് നിങ്ങൾ നോക്കൂ. അയാളുടെ ഡാറ്റയെ എതിർക്കേണ്ടി വരില്ലേ? 10.27 ലക്ഷം കോടി തങ്ങൾ കൊണ്ടുവന്നു എന്ന് പിണറായിക്കും കേരള ഗവൺമെന്റ് അവകാശവാദമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യയിലെ ഈ പറയുന്ന നിക്ഷേപം സമാഹരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാരുടെ കർണാടക ഗവൺമെന്റ് ഒന്നാം സ്ഥാനത്തുനിന്ന്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്തുനിന്ന് വാദിക്കാൻ ബാധ്യസ്ഥനല്ലേ ഈ വിശ്വപൗരൻ? ഇത് മുഴുവൻ അദ്ദേഹം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് കളിക്കുകയാണ്. അതിന്റെ പിറകിൽ ഒരുപാട് താല്പര്യമുണ്ട്. അതൊരു ടെലിവിഷൻ ചർച്ച ഞാനത് എഴുതിയിട്ടുണ്ട് മുമ്പ്. ജയ്പൂർ ലിറ്റററി ഫൗണ്ടേഷൻ, അതിന്റെ ഈ പറഞ്ഞ ജയ്പൂരിലെ വിരാസത് ഫൗണ്ടേഷൻ, അതിന്റെ ആഗോള ബന്ധങ്ങൾ, അതിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഈ തരൂര് 2006 മുതൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതിന്റെയൊക്കെ കഥകളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിഷ്കളങ്കമായ കളിയല്ല. ഈ വർക്കിംഗ് കമ്മിറ്റി അംഗം വർക്കിംഗ് കമ്മിറ്റിക്ക് വേറൊരു ലൈൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള പണിയാണ് ആസൂത്രിതമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ചെറിയ സമയത്ത് ഒരു ടെലിവിഷൻ ചാനലിന്റെ ഒരു ചർച്ചയിലെ സമയം ഞാൻ അപഹരിക്കുന്നില്ല. ഈ പറയുന്ന LDFന്റെ പാവം വക്താക്കളോട് തർക്കത്തിനും ഞാനില്ല, അവർക്ക് വേറെ മാർഗവുമില്ല. പക്ഷേ ഈ വിശ്വപൗരൻ കോൺഗ്രസിനെയും കേരള രാഷ്ട്രീയത്തെയും കേരളത്തിലെ മനുഷ്യരുടെ യുക്തിസഹമായിട്ടുള്ള ചരിത്രബോധത്തെയും വലിയ തോതിൽ ദുരിതത്തിൽ ആഴ്ത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ BN ഹസ്കർ, രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന് വേണ്ടി ചിന്തിക്കണം എന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ മോദിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേകതരം ദേശീയവാദത്തെ പറ്റി പറയുന്നുകൊണ്ട് നിങ്ങൾ വിമർശിക്കുന്നുണ്ടല്ലോ, അതുപോലെ പ്രത്യേകമായൊരു കേരള ദേശീയവാദം ഉയർത്തുകയാണ്. അതായത് കേരളത്തിനെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്, അല്ലാതെ കേരളത്തിലെ സർക്കാരിൻ്റെ കൃത്യമായ രാഷ്ട്രീയ നിലപാടിനോടുള്ള വിമർശനം അങ്ങനെ എടുക്കാൻ തയ്യാറല്ല സർക്കാർ. അങ്ങനെ വരുമ്പോൾ എന്താണ് കേരളത്തിനെതിരെയാകുന്നു?
കേരളത്തിനെ സംരക്ഷിക്കുന്ന പ്രതിരൂപമായി പിണറായി വിജയനെതിരെയാകുന്നു. അങ്ങനെ സർവ്വതല സ്വീകാര്യതയുടെ ഒരു തലമുണ്ടാക്കുകയാണ്. അത് അങ്ങേയറ്റം അരാഷ്ട്രീയമാണ്. അതൊരു ഭരണപക്ഷ പാർട്ടിക്ക് മുന്നോട്ട് വെക്കേണ്ടി വരുന്ന ഗതികെട്ട ഒരു അതിജീവന രീതിയാണ്. അത് പ്രതിലോമകരമാണ്. ഇത് കാണാതെ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കണം. കേരള വികസനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായി തന്നെ ചിന്തിക്കണമെന്ന് പറയേണ്ട ഒരു പാർട്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ശ്രീ ഹസ്കർ, അവിടെയാണ് ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാട്ടുന്ന ആപൽക്കരമായ പല ഒളിച്ചു കടത്തലുകൾക്കുമുള്ള അവസരമായി അത് മാറുന്നത്. വേണു, കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാടെടുക്കുമ്പോൾ അതൊരു ഇടതുപക്ഷ കാഴ്ചപ്പാട് തന്നെയാണ് ഇടതു സർക്കാരിനുള്ളത്. സ്വാഭാവികമായും അതിനെ വിമർശിക്കുക, ഏതു തരത്തിലും വിമർശിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം കരുതിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വിമർശനത്തെ അതിജീവിക്കുകയും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. അത് കക്ഷി രാഷ്ട്രീയം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനും രാഷ്ട്രീയമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇക്കാര്യത്തിൽ കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്ന ഘട്ടങ്ങളിൽ, സാമ്പത്തികമായി ഞെരുക്കുന്ന ഘട്ടങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ വയനാട്ടിലേക്ക് വായ്പ എന്ന നിലയിൽ മാർച്ച് വരെ ഒരു കാലാവധിയും വെച്ചുകൊണ്ട് നമ്മെ ശിക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ സഹായം എന്ന വ്യാജേനയുള്ള ശിക്ഷാ നടപടിയിലേക്ക് കടന്നപ്പോൾ ആദ്യം പ്രതികരിച്ചത് പ്രതിപക്ഷ നേതാവാണ് എന്ന് മുരളീധരൻ പറയുകയുണ്ടായി. എന്നിട്ട് നേരത്തോട് നേരം കഴിഞ്ഞിട്ടേ മുഖ്യമന്ത്രി അടക്കം പ്രതികരിച്ചിട്ടുള്ളൂ എന്ന് പറയുകയുണ്ടായി. അവിടെ കൃത്യമായ മറുപടിയുണ്ട്. അത് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ഇറങ്ങിപ്പുറപ്പെടൽ തന്നെയാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ എല്ലാ ഘട്ടവും. ഒറ്റ കാര്യം കൂടി ഞാൻ നീട്ടുന്നില്ല. ഇപ്പോൾ തരൂർ തന്നെ ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളിപ്പോൾ വാഴ്ത്തിപ്പാടുന്ന ആ ലേഖനം, ഇനി ഈ പറയുന്ന CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ നിലപാട് തന്നെ തുടരണേ എന്ന്, അതും കൂടെ നിങ്ങൾ ഉൾക്കൊള്ളുമോ? അങ്ങനെയെങ്കിൽ അതിലൂടെ തരൂർ പറഞ്ഞ സന്ദേശം എന്താണ്? അല്ല വേണു, അത് നിശ്ചയമായും അത്തരത്തിൽ തന്നെയായിരിക്കണം. കേരളത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിൽക്കണം. ഇവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് 300ഓളം, ഇപ്പം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ UDF ഭരണകാലത്ത് 300ഓളം ആയിരുന്നത് സ്റ്റാർട്ടപ്പുകൾ ഇന്ന് 6200 വർദ്ധിച്ചിട്ടുണ്ട്. 2026 ആകുമ്പോൾ അത് 15000 വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യശേഷിയാണ് ഈ സർക്കാർ, ആ വിഭാവനയാണ് ഈ സർക്കാർ എടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ വികസനമാണ് നമ്മുടെ മുന്നിലെ ഏകലക്ഷ്യം. ഒരുപക്ഷെ ഇടതുപക്ഷത്തെ ആകമാനം എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ വികസനം തുടങ്ങുന്നതിനും അതുപോലെ വ്യവസായവൽക്കരണം നടക്കുന്നതിനും പലപ്പോഴും ട്രേഡ് യൂണിയനുകൾ ഒരു വിലങ്ങുതടിയായിട്ടുണ്ട്. ആ ട്രേഡ് യൂണിയനുകളെ പോലും ഒരു തരത്തിലും വ്യവസായത്തെ തുടങ്ങുന്നതിനും അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ ആ വ്യവസായത്തിൻ്റെ കർത്താവില്ലാതെ അങ്ങനെ പറഞ്ഞു പോകണ്ട. അതിനൊക്കെ കൃത്യമായ കർത്താവുണ്ട്. അതുകൊണ്ടാണ് പിണറായി തന്നെ പറഞ്ഞത് നോക്കുകൂലി ഉണ്ടാകില്ല ഇനി മുതലെന്ന്. അതല്ലാതെ അപ്പോഴത്തെ ആ ഘട്ടത്തിലെ പ്രതിപക്ഷമല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നോക്കുകൂലി ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ നോക്കുകൂലി ഇതുവരെ ഉണ്ടായിരുന്നത് ആരുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നതിൻ്റെ സ്വയം സമ്മതിക്കൽ കൂടിയാണ്. എൻ്റെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ അവസാനമായി നിജേഷിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ നിജേഷ്, ഇവിടെ നിങ്ങൾ ഇത്രയും നിഷ്കളങ്കരാകരുത് എന്നാണ് ശ്രീ ഉമേഷ് ബാബു പറയുന്നത്. അല്ല, ഞങ്ങളുടെ പഴയ രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ട്. ഞങ്ങൾ പാർട്ടിക്ക് അകത്ത് പറയേണ്ടത് അകത്തും പുറത്ത് പറയേണ്ടത് പുറത്തുമേ പറയുകയുള്ളൂ. പത്രത്താളുകളും മാധ്യമങ്ങളും നിറയ്ക്കാൻ വേണ്ടി തമ്മിലടിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അകത്ത് പറയാനുള്ളത് കൃത്യമായി പറയാനുള്ള കപ്പാസിറ്റിയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇവിടെ അത് പറഞ്ഞ് ഞാൻ ആളാവാൻ തയ്യാറല്ല. ഞാനെന്നല്ല ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനും ഒരു പുതിയ തലമുറയും പാർട്ടി പ്രവർത്തകർക്കെതിരെ പരസ്യമായി പറയാൻ തയ്യാറല്ല. അത് ഞങ്ങളുടെ ലൈനാണ്, പാർട്ടി ലൈനാണ്. പിന്നെ ഹസ്കറിനോടുള്ള മറുപടി, 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. ആ വിഴിഞ്ഞത്തിൽ തൂങ്ങിയിട്ടാണ് ഹസ്കറെ കേരളം മുന്നോട്ട് പോകാൻ പോകുന്നത്. മെട്രോ വന്നപ്പോൾ നിങ്ങൾ എതിർത്തു, പൈപ്പ് ലൈൻ വന്നപ്പോൾ എതിർത്തു, വിമാനത്താവളത്തിന് എതിർത്തു. അതൊരു ലൈനായിരുന്നു, നിങ്ങളുടെ പാർട്ടി ലൈനായിരുന്നു. ഇപ്പോൾ ശശി തരൂരിൻ്റെ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, ചുവന്ന കൊടി കൊണ്ട് കേരളത്തിലെ എല്ലാ വികസനവും തടസ്സപ്പെടുത്തിയ ആളുകൾ തന്നെ പറയുന്നു ഞങ്ങൾ ഇനി അതിനില്ല, അതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ ചുവന്ന കൊടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും നല്ല കാര്യം വന്നാൽ ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ ഈ കള്ളക്കണക്കുകൾ ഹസ്കർ, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ദയവ് ചെയ്ത് ഈ കണക്കുകളുമായി വരരുത്. എന്തായാലും പാർട്ടി ലൈനിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തരൂരിനോട് KPCC നേതൃത്വം. ഇങ്ങനെ വിധേയപ്പെടേണ്ട എന്ത് സാഹചര്യമാണ് KPCC നേതൃത്വത്തിനുള്ളത് എന്നതാണ് ഏറ്റവും ശക്തമായി ഉയരുന്ന ചോദ്യം. പാർട്ടി ലൈൻ അവിടെ നിൽക്കട്ടെ, സ്വന്തം ലൈനുമായി വീണ്ടും തരൂർ മുന്നോട്ട് പോകുമോ എന്നാണ് അറിയേണ്ടത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.